ഹായ് നമസ്കാരം. എക്സലൻ്റ് ഇളമ്പയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ് എന്ന് പറയുന്ന പോർഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ നോക്കിയായിരുന്നു. ബാക്കി പോർഷനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറോഫുള്ളി ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹി ഷുഡ് ഡു. അവൻ പറഞ്ഞു കുഞ്ഞിൻ്റെ ക്ലോത്ത് എല്ലാം കൂടി എടുത്ത് കെട്ടിപ്പൊതിഞ്ഞ് അവൻ എന്ത് ചെയ്തു, ലെഫ്റ്റ് ചെയ്യാണ്, ആ ടെമ്പിൾ വിട്ട് പോവുകയാണ്. ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹി ഷുഡ് ഡു. ഇനി അവൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. If he went straight home, he felt sure his father would punish him for having been disobedient to the priest, so he was afraid to go home. If he went straight to home, ഇപ്പം നേരെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? He felt sure his father would punish him. ഇപ്പം നേരെ അവൻ്റെ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ അവൻ്റെ അച്ഛൻ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് അവനെ പണിഷ് ചെയ്യും, അല്ലേ? ഒരു നല്ല ശിക്ഷ കൊടുക്കും. എന്താണ് കൊടുക്കുന്നത്? എന്തിനാണ്? ഫോർ ഹാവിങ് ബീൻ ഡിസൊബീഡിയൻറ്റ് ടു ദ പ്രീസ്റ്റ്, അല്ലേ? പ്രീസ്റ്റിനെ അനുസരിക്കാത്തതിന് ഉറപ്പായിട്ട് അവൻ്റെ അച്ഛൻ അവനെ പണിഷ് ചെയ്യും. സോ ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? അവന് പേടിയായിരുന്നു വീട്ടിലേക്ക് പോവാൻ. All at once he remembered that at the next village 12 miles away there was a very big temple. അപ്പോൾ പെട്ടെന്ന് അവൻ്റെ ഓർമ്മയിൽ വന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് വില്ലേജിൽ he remembered that at the next village, അടുത്ത വില്ലേജിൽ എന്തുണ്ട്? 12 miles away, ഇവിടെ നിന്ന് ഏതാണ്ട് 12 മൈൽ ദൂരെ അകലെയാണ് ആ വില്ലേജ് എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ട്? there was a very big temple, ഒരു വലിയ ടെമ്പിൾ ഉണ്ട്. He had heard there were several priests at that temple, and he made up his mind to go to them and ask them to take him for their acolyte. He had heard there were several priests at the temple. അവൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അവിടെ എന്ത് ഉണ്ട്, ഒരുപാട് പ്രീസ്റ്റ് ഉണ്ട്, അല്ലേ? ഒരുപാട് പുരോഹിതന്മാരുണ്ട്, ഒരുപാട് പൂജാരിമാരുണ്ട് ആ ടെമ്പിളിൽ. എന്നിട്ട് എന്ത് ചെയ്യാം? ആൻഡ് ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ ടു ദം ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ഹിം ഫോർ ദർ അക്കോലൈറ്റ്. എന്നിട്ട് അവൻ്റെ മനസ്സിനെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. എവിടെ പോവാം? ആ പ്രീസ്റ്റിൻ്റെയൊക്കെ അടുക്ക പോയിട്ട് അക്കോലൈറ്റ് ആയിക്കോട്ടെ എന്ന് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് അവൻ മനസ്സിനെ സമാധാനിപ്പിക്കുകയാണ്. Now that big temple was closed up, but the boy did not know this fact. പക്ഷെ ഈ സമയം എന്ന് വെച്ചാൽ അവനിങ്ങനെ ചിന്തിക്കുന്ന സമയം എന്താണ്? അവിടെ ആ ടെമ്പിള് ഓപ്പൺ ആക്കാറില്ലായിരുന്നു, ആ ടെമ്പിൾ അവിടെ തുറക്കാറില്ലായിരുന്നു. ആ ഒരു കാര്യം ആർക്കറിയില്ലായിരുന്നു? ഈ ബോയ്ക്ക് അറിയില്ല. The reason it had been closed up was that a goblin had frightened the priest away and had taken possession of the place. അതിനൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ആ വില്ലേജിൽ ആ ഒരു വലിയ ടെമ്പിൾ തുറക്കാത്തതെന്ന് വെച്ചാൽ അവിടെ ഒരു ഗോബ്ലിൻ ഉണ്ട്. ഗോബ്ലിൻ എന്ന് വെച്ചാൽ ഒരു ഭൂതം, അല്ലേ? ഒരു ഭൂതമുണ്ട്. അവ എന്ത് ചെയ്യാണ്? അവിടെയുള്ള എല്ലാ പ്രീസ്റ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രൈറ്റൻ ദ പ്രീസ്റ്റ് അവേ, അവിടെയുള്ള എല്ലാ പ്രീസ്റ്റിനെയും പേടിപ്പിച്ച് ഓട്ടിച്ച് വിട്ടു. ആൻഡ് ഹാഡ് ടേക്ക് പൊസിഷൻ ഓഫ് ദ പ്ലേസ്. ആ പ്ലേസിൻ്റെ പൊസിഷൻ, ആ പ്ലേസിൻ്റെ സ്ഥാനം ആര് പിടിച്ചെടുത്തിക്കാണ്? ആ ഗോബ്ലിൻ എടുത്തിക്കാണ്. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് നടന്നത്? സം ബ്രേവ് വാരിയേഴ്സ്, കുറച്ച് ധൈര്യമുള്ള വാരിയേഴ്സ്, പോരാളികൾ അല്ലെങ്കിൽ ഫൈറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പോകുന്നുണ്ട്. എന്തിനാണ്? ഗോൺ ടു ദ ടെമ്പിൾ അറ്റ് നൈറ്റ്, രാത്രി കാലങ്ങളിലാണ് പോകുന്നത്. ടു കിൽ ദ ഗോബ്ലിൻ, ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്? ഭൂതത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? ബട്ട് they had never been seen alive again. പക്ഷെ അവരെ ആരെ എന്ത് ചെയ്തിട്ട് കണ്ടിട്ടില്ല? അലൈവ്, ജീവനോടെ കണ്ടിട്ടേ ഇല്ല. Nobody had ever told these things to the boy, so he walked all the way to the village hoping to be kindly treated by the priest. അപ്പോൾ എന്താണ് സംഭവം? Nobody had ever told these things to the boy. ആ ബോയുടെ കൂടെ ഈ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? So he walked all the way to the village hoping to be kindly treated by the priest. അതുകൊണ്ട് അവൻ ഇങ്ങനെ ആ വില്ലേജിലോട്ട് പോകുന്ന വഴി ഫുള്ളും ഇങ്ങനെ ആലോചിച്ചാണ് പോകുന്നത്. പ്രീസ്റ്റിനെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം, അവരുടെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ നല്ല പ്രതീക്ഷയിലാണ് ആര് പോകുന്നത്? ആ ബോയ് പോകുന്നത്. അവന് സത്യമായിട്ട് അവിടെയുള്ള ഗോബ്ലിൻ്റെ കാര്യമോ ആ ടെമ്പിൾ ഇപ്പം തുറക്കാറുണ്ടോ ഇല്ലയെന്ന് പോലും ആ കുട്ടിക്ക് അറിയില്ല. When he got to the village, it was already dark and all the people were in bed
But he saw the big temple on a hill at the other end of the principal street, and he saw there was a light on the temple. അപ്പോൾ അവിടെ എത്തി. വെൻ ഹി ഗോട്ട് ദ വില്ലേജ് ഇറ്റ് വാസ് ആൾറെഡി ഡാർക്ക്. അവൻ ആ വില്ലേജിലെത്തിയല്ലേ, 12 മൈൽസ് അകലെയുള്ള ആ വില്ലേജിലെത്തി. അവൻ എത്തിയപ്പോൾ ഇറ്റ് വാസ് ആൾറെഡി ഡാർക്ക് അല്ലേ, നേരെ ആൾറെഡി ഇരുട്ടിയിരുന്നു. ആൻഡ് ഓൾ ദി പീപ്പിൾ വെയർ ഇൻ ദ ബെഡ്. എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉറക്കാൻ പോയി കഴിഞ്ഞു. ബട്ട് ഹി സാ ദ ബിഗ് ടെമ്പിൾ ഓൺ ദ ഹിൽ അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ പ്രിൻസിപ്പൽ സ്ട്രീറ്റ്. അവൻ നടന്നു വരുന്ന ആ സ്ട്രീറ്റിൽ നിന്ന് നോക്കുമ്പോൾ അകലെയുള്ള അവൻ ഉദ്ദേശിക്കുന്ന ആ വില്ലേജിൽ വലിയ ബിഗ് ടെമ്പിൾ അവന് കാണാൻ പറ്റി കേട്ടോ. ആൻഡ് ഹി സാ ദെർ വാസ് എ ലൈറ്റ് ഇൻ ദ ടെമ്പിൾ. പിന്നെ അവൻ എന്തും കണ്ടു, ടെമ്പിളും കണ്ടു, ടെമ്പിളിലൊരു ലൈറ്റ് അല്ലെ പ്രകാശിക്കുന്നതും കണ്ടു. People who tell the stories say the goblin used to make that light in order to tempt lonely traveler to ask for shelter. ആൾക്കാർ എന്താണ് ആ ഒരു ലൈറ്റിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ അത് ആരുണ്ടാക്കുന്ന ലൈറ്റാണ്? ദ ലൈറ്റ് ഗോബ്ലിൻ യൂസ്ഡ് ടു മേക്ക് ദ ലൈറ്റ്. ആരുണ്ടാക്കുന്ന ലൈറ്റാണത്? ഗോബ്ലിൻ ഉണ്ടാക്കുന്ന ലൈറ്റാണ്. എന്തിനാണ് ഗോബ്ലിൻ അങ്ങനെ ആ ലൈറ്റ് കത്തിക്കുന്നത്? ഇൻ ഓർഡർ ടു ടെംപ്റ്റ് ലോൺലി ട്രാവലേഴ്സ് ടു ആസ്ക് ഫോർ ഷെൽട്ടർ. ഒറ്റയ്ക്ക് വരുന്ന എന്തെങ്കിലും ട്രാവലേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഷെൽട്ടറിന് വേണ്ടിയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഗോബ്ലിനാണ് അങ്ങനെ കത്തിക്കുന്നത്. മനഃപൂർവ്വമാണ് കത്തിക്കുന്നത്. അവർ ലൈറ്റിൻ്റെ എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് വരുന്ന ട്രാവലേഴ്സൊക്കെ അവിടെ ചെന്ന് ഒത്തിരി കിടന്നോട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പം നമുക്ക് പുതിയതിനെ പിടിച്ച് തിന്നാലോ അല്ലേ. The boy went at once to the temple and knocked. എവിടെ എത്തി ബോയ്? ടെമ്പിളിലെത്തി. ആൻഡ് നോക്ക്ഡ്, ഡോറിൽ തട്ടി. There was no sound inside. അകത്തെന്തേ ഇല്ലായിരുന്നു? ഒരു സൗണ്ടും ഇല്ലായിരുന്നു. He knocked and knocked again, but still nobody came. അവൻ എന്ത് ചെയ്തു? knocked. അവൻ ഒത്തിരി നേരം ഇങ്ങനെ തട്ടി. ആരെങ്കിലും പുറത്തു വന്നോ? But still nobody came. ആരും പുറത്തു വന്നില്ല. At last he pushed gently at the door and was quite glad to find that it had not been fastened. അവസാനം എന്താണ് സംഭവിച്ചത്? At last he pushed gently at the door. ഡോർ പതുക്കെ ഒന്ന് എന്ത് ചെയ്തു? പുഷ് ചെയ്തു, തള്ളി. And was quite glad to find that it had not been fastened. അവിടെ ഒരു സന്തോഷമുള്ള കാര്യം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഡോറ് ഇങ്ങനെ തള്ളിയപ്പം തന്നെ എന്ത് ഫാസ്റ്റൻ തുറന്നു വന്നു. ഓക്കെ, അടച്ചിട്ടില്ലായിരുന്നു. സോ ഹി വെന്റ് ഇൻ ആൻഡ് സാ എ ലാമ്പ് ബേണിംഗ് ബട്ട് നോ പ്രീസ്റ്റ്. അങ്ങനെ അവൻ എന്ത് ചെയ്തു? വെന്റ് ഇൻ, അകത്തേക്ക് കയറി. ആൻഡ് സാ എ ലാമ്പ് ബേണിംഗ് ബട്ട് നോ പ്രീസ്റ്റ്. ഒരു ലാമ്പ് അല്ലെ, ഒരു വിളക്ക് ഇങ്ങനെ ബേണിംഗ് കത്തുന്നതായിട്ട് കണ്ടു. ബട്ട് നോ പ്രീസ്റ്റ്, അവിടെ ഒന്നും ആരില്ലായിരുന്നു, പ്രീസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹി തോട്ട് സം പ്രീസ്റ്റ് would be sure to come very soon and he sat down and waited. അവൻ വിചാരിച്ചു അല്ലേ, ഏതെങ്കിലും some priest would be sure to come. ഏതെങ്കിലും ഒരു പ്രീസ്റ്റ് എന്താണ് ഉറപ്പായിട്ട് ഉടനെ വരും. and he sat down and waited. അവൻ അവിടെ ഇരുന്ന് എന്ത് ചെയ്തു? വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. Then he noticed that everything in the temple was grey with dust and thickly spun over with the cobwebs. അവൻ അവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ then he noticed everything in the temple. ആ ടെമ്പിളിലുള്ള എല്ലാ സാധനങ്ങളും എന്താണ്? was grey with the dust. പൊടി പിടിച്ചിങ്ങനെ എന്താണ് കളറൊക്കെ മാറിയിരിക്കുകയാണ്, വല്ലാത്തൊരു കളറിലിരിക്കുകയാണ്. ആൻഡ് thickly spun over with the cobwebs. cobwebs എന്ന് വെച്ചാൽ നമ്മുടെ ചിലന്തി വലകൾ കൊണ്ട് സ്പൺ ചെയ്തിരിക്കുക, എല്ലാം ഇങ്ങനെ ചുറ്റിപ്പടഞ്ഞിരിക്കുകയാണ്. എല്ലാം പൊടി കൊണ്ട് നിറഞ്ഞിരിക്കുന്നുണ്ട്, ചിലന്തി വലകൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. അപ്പോൾ അവൻ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. So thought to himself that the priest would certainly like to have an acolyte. ഒരു അക്വലൈറ്റിന് എന്തായാലും ഒരു പ്രീസ്റ്റിന് വേണം. കാരണം എന്താണ് വേണം? ടു കീപ് ദ പ്ലേസ് ക്ലീൻ. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് ആരെ വേണം? ഒരു സഹായി വേണം. കാരണം എല്ലാം പൊടി പിടിച്ചും വല പിടിച്ചൊക്കെ ഇരിക്കുകയാണ്. He wondered why they had allowed everything to get so dusty. അവ ആലോചിക്കുകയാണ്, എന്തിനാണ് എല്ലാവരും ഇതിനിങ്ങനെ എന്താണ് പൊടി പിടിച്ചിരിക്കാൻ അനുവദിക്കുന്നത്? ഇവിടെ ആരുമില്ല ഒന്നും ചെയ്യാൻ. What most pleased him, however, were some big white screens good to paint cat upon. അവനെ ഇതൊന്നും അല്ല ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചു, അവനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച വേറൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ബിഗ് വൈറ്റ് സ്ക്രീൻസ് ഉണ്ടായിരുന്നു, നല്ല വെളുത്ത പ്രതലങ്ങളുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട് അല്ലേ? അവന് ഒരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു സ്ക്രീൻ കിട്ടി അവൻ ഉടനെ എന്താണ് ചെയ്യുന്നത്? ക്യാറ്റിനെ വരയ്ക്കുക. അത് തന്നെ. എന്തിനു വേണ്ടിയിട്ട്? ഗുഡ് ടു പെയിന്റ് കാറ്റ് അപ്പോൺ. അതിൽ ക്യാറ്റിനെ വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ബിഗ് സ്ക്രീൻസ് ഉണ്ടായിരുന്നു.
Though he was tired, he looked at once for a writing box and found one and ground some ink and began to paint cats. അവൻ എന്ത് ചെയ്തു? അവിടെ ഇരുന്ന് അവൻ ഭയങ്കര ടയേർഡാണല്ലേ. ഹി വാസ് സോ ടയേർഡ്. ഹി ലുക്ക്ഡ് അറ്റ് ഓൺസ് ഫോർ റൈറ്റിംഗ് ബോക്സ്. അവൻ്റെ പടം വരയ്ക്കുന്ന ഒരു ബോക്സ് അവൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ തുറന്നു നോക്കി അവനൊരു കളർ പെൻസിൽ കിട്ടി. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഹി ബിഗാൻ ടു പെയിൻറ്റ് ക്യാറ്റ്സ്. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ ബിഗ് സ്ക്രീനിൽ ക്യാറ്റിനെ വരയ്ക്കാൻ തുടങ്ങി. He painted a great many cats upon the screens and then he began to feel very very sleepy. അവൻ എന്ത് ചെയ്തു? ഗ്രേറ്റ് മെനി ക്യാറ്റ്സിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ സ്ക്രീനിൽ വരച്ചു. ആൻഡ് ദെൻ ഹി ബിഗാൻ ടു ഫീൽ വെരി വെരി സ്ലീപ്പി. അപ്പോൾ തന്നെ അവൻ ടയേർഡായിരുന്നു. ആ പടമൊക്കെ വരച്ച് കഴിഞ്ഞപ്പോഴേ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? നല്ല സ്ലീപ്പി ആവാൻ തുടങ്ങി, ഉറക്കം വന്നു. He was just on the point of lying down to sleep beside one of the screen when he suddenly remembered the words avoid large places, keep to small. അവൻ എന്ത് ചെയ്തു? എവിടെയാണ് ഉറങ്ങാൻ തീരുമാനിച്ചത്? He was just on the point of lying down to sleep besides one of the screen. ആ സ്ക്രീനിൻ്റെ, അവൻ പടം വരച്ചില്ലേ, ആ സ്ക്രീനിൻ്റെ ബിസൈഡ് അരികത്ത് കിടക്കാനാണ് അവൻ തീരുമാനിച്ചത്. പക്ഷെ പെട്ടെന്ന് വെൻ ഹി സഡൻലി റിമെമ്പേർഡ് ദ വേർഡ്സ്, ഒരു വാക്കുകൾ അവൻ ആലോചിച്ചു. എന്താണ് ആ വാക്കുകൾ? അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. നമ്മൾ ആ പ്രീസ്റ്റ് പറഞ്ഞ വേർഡില്ലേ, എന്താണ്? വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ട് ചെറിയ സ്ഥലങ്ങളിലേക്ക് മാറുക എന്നുള്ള വേർഡ് അവൻ ആലോചിച്ചു. അതിനി എന്താണ് അതിൻ്റെ സീക്രട്ട് നമുക്ക് നോക്കാം. ദ ടെമ്പിൾ വാസ് വെരി ലാർജ്. He was all alone, and as he thought of these words, though he could not quite understand them, he began to feel for the first time a little afraid, and he resolved to look for a small place in which to sleep. The temple was very large. അവൻ അറിയാം ടെമ്പിൾ എന്താണ്? വളരെ ബിഗാണ്. ആൻഡ് ഹി വാസ് ആൾ അലോൺ. അവൻ എന്താണ്? ഒറ്റയ്ക്കാണ്. ആൻഡ് വാസ് തോട്ട് ഓഫ് ദീസ് വേർഡ്. ഈ വേർഡ്സ് ഒക്കെ അവൻ ആലോചിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ദോ ഹി കുഡ് നോട്ട് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡ് ദം. ആ വേർഡ്സുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്തിനാണ് ആ ഒരു പ്രീസ്റ്റ് അങ്ങനെ അവനോട് പറഞ്ഞത്? ഹി ബിഗാൻ ടു ഫീൽ ഫോർ ദ ഫസ്റ്റ് ടൈം എ ലിറ്റിൽ അഫ്രൈഡ്. അതൊക്കെ ആലോചിച്ചിങ്ങനെ ഇരുന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? ആദ്യമായിട്ട് അവനൊരു പേടി തോന്നി. അഫ്രൈഡ്, പേടി. ആൻഡ് ഹി റിസോൾവ് ടു ലുക്ക് ഫോർ എ സ്മാൾ പ്ലേസ് ഇൻ വിച്ച് ടു സ്ലീപ്പ്. അവൻ എന്തിനു വേണ്ടി തപ്പാൻ നോക്കി? എന്തെങ്കിലും ഒരു സ്മോൾ പ്ലേസ്, ഉറങ്ങാൻ എന്തെങ്കിലും ഒരു ചെറിയ പ്ലേസ് കിട്ടുമെന്ന് അവൻ ഇങ്ങനെ സെർച്ച് ചെയ്യാണ്. He found a little cabinet with a sliding door and went into it and shut himself up. അവൻ ഇങ്ങനെ തപ്പി നടക്കുമ്പോൾ ഒരു കുഞ്ഞു ക്യാബിനറ്റ്, ഒരു ചെറിയൊരു നമ്മൾ കബോർഡ് പോലത്തെ ഒരു കുഞ്ഞ് ക്യാബിനറ്റ് കണ്ടുപിടിച്ചു. അതിലൊരു സ്ലൈഡിങ് ഡോർ, ഇങ്ങനെ നിരക്കി നീക്കാൻ പറ്റുന്നത് അല്ലേ, നീക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഡോറോട് കൂടി ഒരു കുഞ്ഞ് ക്യാബിനറ്റ് അവൻ കണ്ടു അല്ലേ. ആൻഡ് വെൻറ്റ് ഇൻ ടു ഇറ്റ്. അവൻ എന്ത് ചെയ്തു? ആ ക്യാബിനറ്റിനുള്ളിൽ കയറിയിട്ട് ആൻഡ് ഷട്ട് ഇറ്റ് ഹിംസെൽഫ് അപ്പ്. അവൻ സ്വന്തമായിട്ട് തന്നെ അകത്തുനിന്ന് അടച്ചു. ദെൻ ഹി ലേ ഡൗൺ ആൻഡ് ഫീൽ ഫാസ്റ്റ് അസ്ലീപ്പ്. അവൻ എന്ത് ചെയ്തു? കിടന്ന ഉടനെ തന്നെ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഇപ്പോൾ അവൻ നല്ല ടയേർഡായിരുന്നു അല്ലേ. വെരി ലേറ്റ് ഇൻ ദ നൈറ്റ് ഹി വാസ് അവേക്കൻഡ് ബൈ എ മോസ്റ്റ് ടെറിബിൾ നോയ്സ്, എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ്. വെരി ലേറ്റ് ഇൻ ദ നൈറ്റ്, നേരെ ഒരുപാട് രാത്രിയായല്ലേ. പാതിരാത്രി എന്ത് കേട്ടു? ഹി വാസ് അവേക്കൻഡ്, അവൻ ഞെട്ടി ഉണർന്നു. ബൈ എ മോസ്റ്റ് ടെറിബിൾ നോയ്സ്, ഒരു പേടിപ്പിക്കുന്ന ഒരു നോയ്സ്, സൗണ്ട് കേട്ടോണ്ടാണ് അവൻ എണീറ്റത്. എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ്. എന്തിൻ്റെ ആയിരുന്നു ആ നോയ്സ്, സൗണ്ട്? ഫൈറ്റിംഗ്, അടികൂടുന്നതിൻ്റെ. ആൻഡ് സ്ക്രീമിങ്, അലർച്ചയുടെയും അടികൂടുന്നതിൻ്റെയൊക്കെ സൗണ്ട് കേട്ട് അവൻ പെട്ടെന്ന് എന്ത് ചെയ്തു? രാത്രി എണീറ്റു. It was so dreadful that he was afraid even to look through a chink of the little cabinet. He lay very still, holding his breath for fright. It was so dreadful, വളരെ പേടിപ്പിക്കുന്ന സൗണ്ട് ആയിരുന്നു അല്ലേ. ദാറ്റ് ഹി വാസ് അഫ്രൈഡ് ഈവൻ ടു ലുക്ക് ത്രൂ എ ചിങ്ക് ഓഫ് ദ ലിറ്റിൽ ക്യാബിനറ്റ്. ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു സൗണ്ട് ആയിരുന്നു. അവിടെ ആ ക്യാബിനറ്റിൻ്റെ ഒരു ചിങ്ക്, ഒരു ചെറിയ വിള്ളലുണ്ട്. ആ വിള്ളലിൽ കൂടെ പോലും അവന് പുറത്തേക്ക് നോക്കാൻ പേടിയായിരുന്നു. അത്രയ്ക്ക് പേടിപ്പിക്കുന്ന സൗണ്ട് ആയിരുന്നു അവിടെ. ചിങ്ക് മീൻസ് വിള്ളൽ എന്നാണ് കേട്ടോ. ഹി ലേ വെരി സ്റ്റിൽ. അവൻ എന്ത് ചെയ്തു? അനങ്ങാതെ അവിടെ തന്നെ നിന്നു അല്ലേ, അനക്കില്ലാതെ നിന്നു. ഹോൾഡിങ് ഹിസ് ബ്രീത്ത് ഫോർ ഫ്രൈറ്റ്. പേടിച്ച്, ഫ്രൈറ്റ് മീൻസ് പേടിച്ചുകൊണ്ട് അവൻ്റെ ശ്വാസത്തെ ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ട് അവൻ അനങ്ങാതെ അവിടെ നിന്നു. ആ ചിങ്ക് കൂടെ പോലും, ആ വിള്ളലിൽ കൂടെ പോലും അവൻ എന്ത് ചെയ്തില്ല? പുറത്തോട്ട് നോക്കാൻ ശ്രമിച്ചില്ല. The light that had been in the temple went out, but awful sound continued and became more awful, and all the temple shook. The light that had been in the temple went out.
ടെമ്പിളിൽ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ചെറിയൊരു ലൈറ്റ്, അതെന്ത് ചെയ്യാൻ തോന്നി, വെന്റ് ഔട്ട്, അതങ്ങ് അണഞ്ഞു. ബട്ട് ദ ഓഫുൾ സൗണ്ട് എന്താണെങ്കിൽ ഓഫുൾ ഭയങ്കരമായ ഭീതി ജനിപ്പിക്കുന്ന ഓഫുൾ സൗണ്ട് എന്ത് ചെയ്തുകൊണ്ട് ആ പേടിപ്പിക്കുന്ന സൗണ്ട് ഇങ്ങനെ അവിടെ തുടരുന്നുണ്ടായിരുന്നു. അത് മാത്രം നിന്നില്ല. ആൻഡ് ബിക്കം മോർ ഓഫുൾ, അത് വീണ്ടും വീണ്ടും ഇങ്ങനെ കൂടി പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആൻഡ് ഓൾ ദി ടെമ്പിൾ ഷൂക്ക്, ആ ഷൂക്ക് ചെയ്യാൻ മീൻസ് കിടുക്കി വിറക്കി അല്ലേ, ആ ടെമ്പിൾ ഫുള്ള് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു. ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. ആഫ്റ്റർ സം ടൈം സൈലൻസ് കെയിം, കുറേ നേരത്തിന് ശേഷം അവിടെ എന്ത് ചെയ്തു, സൈലൻസ് വന്നു അല്ലെ, നിശബ്ദത വരുന്നു. ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. പക്ഷേ അപ്പോഴും നമ്മുടെ ബോയ് എന്താണ്, പുറത്തേക്ക് വരാൻ ഭയങ്കര അഫ്രൈഡാണ്, പേടിച്ചിരിക്കുകയാണ്, അവന് പുറത്ത് വരാനേ തോന്നിയില്ല. ഹി ഡിഡ് നോട്ട് മൂവ് അണ്ടിൽ ദ ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ ഷോൺ ഇൻ ടു ദ ക്യാബിനറ്റ് ത്രൂ ദ ചിങ്ക് ഓഫ് ദ ലിറ്റിൽ ഡോർ. ഹി ഡിഡ് നോട്ട് മൂവ് അണ്ടിൽ, അവൻ എപ്പം വരെ മൂവ് ചെയ്തില്ല ആ ക്യാബിനറ്റിൽ നിന്ന് ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ ഷോൺ, സൂര്യപ്രകാശം അല്ലെ, സൂര്യൻ രാവിലെ ഉദിക്കുന്ന ആ ഒരു ലൈറ്റ് അവൻ്റെ എന്താണ് ക്യാബിനറ്റ് ത്രൂ ദ ചിങ്ക് ഓഫ് ദ ലിറ്റിൽ ഡോർ, ആ ഡോറിൽ ഒരു ചെറിയ വിള്ളലുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വിള്ളലിൽ കൂടെ സൂര്യൻ്റെ വെട്ടം ആ ക്യാബിനറ്റിനുള്ളിൽ എത്തുന്നവരെ അവൻ എന്ത് ചെയ്തില്ല, പുറത്ത് ഇറങ്ങില്ല, അതുവരെ ആ ഒരു കുഞ്ഞ് ക്യാബിനറ്റിനകത്തിരുന്നു. Then he got out of his hiding place very cautiously and looked about. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, പതുക്കെ ഹൈഡിങ് പ്ലേസ് അല്ലെ, ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവൻ എന്ത് ചെയ്തു, കോഷ്യസ്ലി വളരെ ശ്രദ്ധയോടെ പുറത്തു വന്നു. ആൻഡ് ലുക്ക്ഡ് അബൌട്ട്, എല്ലായിടത്തും ഇങ്ങനെ നോക്കി. The first thing he saw was that all the floor of the temple was covered with the blood. അവൻ നോക്കിയപ്പോൾ ആദ്യം കണ്ട എന്താണ്, ആ ടെമ്പിളിന്റെ ഫ്ലോർ അല്ലേ, ആ തറ ഫുള്ള് എന്ത് കവർ ചെയ്തിരിക്കുകയാണ്, കവേർഡ് വിത്ത് ബ്ലഡ്, രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ദെൻ ഹി saw lying dead in the middle of it an enormous monstrous rat, a goblin rat bigger than a cow. പിന്നെ അവൻ കണ്ടു അതിന്റെ നടുക്കായിട്ട് ലൈങ് ഡെഡ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ്, ആ രക്തം ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നതിന്റെ നടുക്കായിട്ട് ഒരാളിങ്ങനെ ചത്ത് കിടക്കുകയാണ്. ആരാണ്, ആൻ ഇനോർമസ്, ഭീമാകാരമായ മോൺസ്ട്രസ്. എന്താണ് മോൺസ്ട്രസ് മീൻസ്, പേടിപ്പിക്കുന്ന ഭീകരനായ ഒരു റാറ്റ്, ഗോബ്ലിൻ റാറ്റ്. ആരാണ് അവിടുത്തെ ഗോബ്ലിൻ, അവിടുത്തെ ഭൂതം ആരാണ്, ഒരു റാറ്റാണ്, ഒരു വലിയ ഭീമാകാരമായുള്ളൊരു റാറ്റാണ്. ബിഗർ ദാൻ എ കൗ. ആ റാറ്റിന്റെ സൈസ് എങ്ങനെയാണ്, ചെറുതങ്ങാനുമാണ് നമ്മുടെ വീട്ടിലുള്ള, അല്ല, ബിഗർ ദാൻ എ കൗ, ഒരു പശുവിനേക്കാളും വലുതായിട്ടുള്ള ഒരു മോൺസ്ട്രസ്, ഒരു ഭീമാകാരമായ ഒരു റാറ്റാണ് അവിടെ ഇങ്ങനെ ചത്ത് കിടന്നത്. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്. പക്ഷെ ആരാണ് അല്ലെങ്കിൽ എന്താണ് ഇതിനെ കൊന്നത്? There was no man or other creature to be seen. അവിടെ മനുഷ്യനെയോ വേറൊരു മൃഗങ്ങളെയോ ജീവികളെയോ ഒന്നും കാണാനില്ല. Suddenly the boy observed that the mouth of all the cats he had drawn the night before was red and wet with blood. പക്ഷേ അവൻ പെട്ടെന്നൊരു കാര്യം അവൻ ഒബ്സർവ് ചെയ്തു, ഒരു കാര്യം അവൻ മനസ്സിലാക്കി. എന്താണ് അവൻ കണ്ടത്? Suddenly the boy observed that the mouth of all the cat he had drawn the night before. അവൻ കിടക്കുന്നതിന് മുമ്പ് കുറേ കാറ്റ്സ് വരച്ചില്ലേ, ആ കാറ്റ്സിൻ്റെയൊക്കെ മൗത്തിനെയാണ് അവൻ ശ്രദ്ധിച്ചത്, വാ ശ്രദ്ധിച്ചു. എന്താണ് ആ വായുടെ പ്രത്യേകത കണ്ടത്? എല്ലാ കാറ്റ്സിൻ്റെയും വായ എങ്ങനെയായിരുന്നു? റെഡ് ആൻഡ് വെറ്റ് വിത്ത് ബ്ലഡ്. എല്ലാ കാറ്റിൻ്റെയും വാ ചുമന്നിരുന്നു. ആൻഡ് വെറ്റ് മീൻസ് നനഞ്ഞിരിക്കുക. എന്ത് വെച്ച് നനഞ്ഞിരിക്കുകയാണ്? വിത്ത് ബ്ലഡ്, രക്തം കൊണ്ട് നനഞ്ഞിരിക്കുന്നു, ചുവന്നിരിക്കുകയാണ് എല്ലാ കാറ്റിൻ്റെയും മൗത്ത്. Then he knew that the goblin had been killed by the cat which he had drawn. അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. The goblin had been killed. ആരാലാണ് നമ്മൾ ഗോബ്ലിൻ കൊല്ലപ്പെട്ടത്, ആ ഭൂതം കൊല്ലപ്പെട്ടത്? By the cat which he had drawn. അവൻ വരച്ച കാറ്റുകളാണ് ആ ഗോബ്ലിൻ റാറ്റിനെ കൊന്നതെന്ന് അവന് മനസ്സിലായി. And then also for the first time he understood why the wise old priest had said to him, avoid large places at night, keep to small. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. For the first time he understood why the wise old priest had said him. ആ ഒരു പ്രായം ചെന്ന ഒരു ബുദ്ധിമാനായ ഒരു പ്രീസ്റ്റ് അവനോട് പറഞ്ഞില്ല. എന്തൊന്ന് പറഞ്ഞത്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. വലിയ സ്ഥലങ്ങളിൽ കിടക്കാതെ, വലിയ സ്ഥലങ്ങളിൽ കണ്ടെത്താതെ ചെറിയ സ്ഥലം കണ്ടെത്തണം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ അപ്പോഴാണ് അവന് മനസ്സിലായത്. അവൻ ആ പടം വരച്ച സ്ക്രീനിൻ്റെ താഴെ കിടന്നുറങ്ങിയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, ആ ഗോബ്ലിൻ റാറ്റ് വന്ന് ഉറപ്പായിട്ട് അവനെ ഉപദ്രവിച്ച, അവനെ കൊന്നേനെ അല്ലേ. അവൻ കുഞ്ഞു സ്ഥലത്ത് പോയോണ്ടല്ലേ അവനെ കൊല്ലാതെ വിട്ടത്. Afterward,
ദ ബോയ് ബിക്കം എ വെരി ഫേമസ് ആർട്ടിസ്റ്റ്. അതിനൊക്കെ ശേഷം ആ ബോയ് എന്തായിട്ട് മാറി? ഒരു നല്ലൊരു ആർട്ടിസ്റ്റായിട്ട്, കലാകാരനായി മാറി. സം ഓഫ് ദ കാറ്റ് വിച്ച് ഹി ഡ്രൂ ആർ സ്റ്റിൽ ഷോൺ ടു ട്രാവലേഴ്സ് ഇൻ ജപ്പാൻ. ആ ബോയ് അന്ന് വരച്ച കുറച്ച് കാറ്റുകൾ ഇപ്പോഴും എവിടെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്? ജപ്പാനിൽ എത്തുന്ന ട്രാവലേഴ്സിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അവൻ വരച്ച കുറച്ച് പിക്ചേഴ്സ്, കാറ്റിൻ്റെ പിക്ചേഴ്സ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മക്കളെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോയ് ഹു ഡ്രൂ ദ കാറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.